പല വിധത്തിലുള്ള ടാക്സുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ നിറങ്ങൾക്കും ടാക്സ് ഉണ്ട്. അത്തരത്തിലൊരു ടാക്സ് സംവിധാനമുണ്ട്. ഇതിനെ പിങ്ക് ടാക്സ് എന്ന് വിളിക്കുന്നു. പക്ഷേ പിങ്ക് ടാക്സ് സർക്കാർ നികുതിയല്ല. സ്ത്രീകൾക്ക് വിലയേറിയതും പുരുഷന്മാർക്ക് വില കുറഞ്ഞതുമായ സാധനങ്ങളെയും സേവനങ്ങളെയും വിൽക്കുന്നതിന് ഇത് സൂചിപ്പിക്കുന്നു. എന്നാൽ വിമർശകർ ഇതിനെ എതിർക്കുന്നത് ഇത് വില വിവേചനമാണെന്നും ന്യായമായ നികുതി പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്നും പറഞ്ഞുകൊണ്ടാണ്. സ്ത്രീകളിൽ നിന്ന് കൂടുതൽ പണം ഈടാക്കുന്നതിലൂടെ കമ്പനികൾ തെറ്റായ പാതയിലേക്കാണ് നീങ്ങുന്നതെന്നും വിമർശനമുണ്ട്. പുരുഷന്മാരെ അപേക്ഷിച്ച് ഒരു സ്ത്രീയുടെ ഉൽപ്പന്നം നിർമ്മിക്കാൻ കൂടുതൽ ചെലവ് വരുമ്പോൾ അത് വിലയേറിയതായിരിക്കുന്നതിൽ അർത്ഥമുണ്ട്. ഉദാഹരണത്തിന്, സ്ത്രീകൾക്കായി നിർമ്മിക്കുന്ന വസ്ത്രങ്ങൾ, ഷൂസ്, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ എന്നിവയ്ക്ക് പലപ്പോഴും വില കൂടുതലാണ്. സ്ത്രീകൾക്കായി നിർമ്മിച്ചതും പിങ്ക് നിറത്തിൽ പാക്ക് ചെയ്തതുമായ ഉൽപ്പന്നങ്ങൾ ന്യൂട്രൽ നിറത്തിൽ പാക്ക് ചെയ്ത ഉൽപ്പന്നങ്ങളെ അപേക്ഷിച്ച് വില കൂടുതലായിരിക്കും. പിങ്ക് നിറത്തിലുള്ള സൈക്കിളുകൾ, ഹെൽമറ്റുകൾ, പെൺകുട്ടികൾക്കായി രൂപകൽപ്പന ചെയ്ത മറ്റ് കളിപ്പാട്ടങ്ങൾ, ഉപകരണങ്ങൾ എന്നിവയ്ക്ക് സമാനമായ ചുവപ്പ് അല്ലെങ്കിൽ നീല ബൈക്കുകൾ, സ്കൂട്ടറുകൾ, ഹെൽമറ്റുകൾ എന്നിവയേക്കാൾ വില കൂടുതലാണ്. എന്നിരുന്നാലും പലരും പറയുന്നത് ആവശ്യകതയനുസരിച്ച് ഉൽപ്പന്നത്തിന്റെ വിലയും വർദ്ധിക്കുമെന്നാണ്.